ഹലോ ഡിയർ ആസ്പിരൻസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് എങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള സമയം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് KS പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാം എന്നതിനെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഫസ്റ്റ് വീഡിയോ ഹൗ ടു ക്വാളിഫൈ KS പ്രിലിംസ് ഇൻ 90 ഡേയ്സ്. രണ്ടാമത്തെ വീഡിയോ സ്ട്രീം 2ലും 3ലും എഴുതുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ. ഇത് രണ്ടും നമ്മുടെ ചാനലുണ്ട്, കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കാം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം നമ്മൾ ഒരു മേജർ ടോപ്പിക്കെങ്കിലും പഠിക്കണം. അപ്പം അങ്ങനെ പഠിക്കുമ്പം വെയിറ്റേജ് അനുസരിച്ച് വേണം പഠിക്കാൻ. ഓക്കെ, അങ്ങനെ നോക്കുമ്പം പേപ്പർ 2-ൽ അല്ലെ ടോട്ടൽ KSന്റെ വെയിറ്റേജ് നോക്കുമ്പം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സിൽ ഒന്നാണ് എക്കണോമിക്സ്. ഓക്കെ, നമ്മുടെ സിലബസിൽ എക്കണോമി ആൻഡ് പ്ലാനിങ് എന്ന പേരിൽ പേപ്പർ 2-ലാണ് KS പ്രിലിംസിൽ എക്കണോമിക്സ് വരുന്നത്. ഓക്കെ, അതിൻ്റെ അകത്ത് 9 മൊഡ്യൂളാണ് ഉള്ളത്. മൊത്തത്തിൽ 9 മൊഡ്യൂളുണ്ട്. അതിലെ 7 മൊഡ്യൂള് ഇന്ത്യൻ എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. 8ാമത്തെയും 9ാമത്തെയും മൊഡ്യൂൾസ് എന്ന് പറയുന്നത് കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം നിങ്ങളിന്ന് ടൈറ്റിൽ ശ്രദ്ധിച്ചല്ലോ, ഹൗ ടു പ്രിപ്പയർ ഇന്ത്യൻ എക്കണോമി ഫോർ KS പ്രിലിംസ്. ഓക്കെ, KS പ്രിലിംസിന് വേണ്ടി ഈ 7 മൊഡ്യൂൾസ് എങ്ങനെ തയ്യാറെടുക്കണം. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് 200-ൽ 200 സ്കോർ ചെയ്യാന്നുള്ളതല്ല ആ പാർ സ്കോർ. 3 സ്ട്രീമിൽ എഴുതുന്നവരാണെങ്കിലും നമുക്ക് എങ്ങനെ ആ 90 മാർക്കിലോട്ട് എത്താം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഓരോ കോർ സബ്ജക്റ്റുകളും അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് എങ്ങനെ തയ്യാറെടുക്കണമെന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ അതിൻ്റെ അകത്ത് എൻ്റെ ഒരു ചെറിയ സജഷനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു 7 മൊഡ്യൂൾസ് ആണ് നമുക്കുള്ളത്. നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. 2 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ KS പ്രിലിംസ് പേപ്പർ 1 പേപ്പർ 2 ആണ്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. 2 സ്റ്റേജ് ആയിട്ട് KS പ്രിലിംസ് നടന്നിട്ടുണ്ട്. അപ്പോൾ 2 പേപ്പർ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 2 പേപ്പർ 2 ക്വസ്റ്റ്യൻസ് എടുത്ത് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ 7 മൊഡ്യൂൾസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ പേപ്പറിലും 12 മാർക്ക് വീതം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യൻ എക്കണോമിയിൽ നിന്ന് 12 ക്വസ്റ്റ്യൻസ് വീതം 2 ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ 7 മൊഡ്യൂളിൽ വി ഹാവ് എ ലോട്ട് ഓഫ് ടോപ്പിക്സ് അല്ലേ. പക്ഷെ നമ്മുടെ സമയം ഭയങ്കര ലിമിറ്റഡ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഓൺ ആൻ ആവറേജ് ഇനിയുള്ള 90 ദിവസം ഒരു 10 hours വെച്ച് നമ്മൾ അസൈൻ ചെയ്യുകയാണെങ്കിൽ തന്നെയും നമുക്ക് 900 മണിക്കൂറാണ് മൊത്തം ഉള്ളത്. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ക്ലാസ് ടൈം വരും, ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി സമയം വരും. ഓക്കെ, അപ്പം ഈ 10 മണിക്കൂർ, ഈ 900 hours ടോട്ടൽ അവേഴ്സിൽ നിന്ന് എത്ര മണിക്കൂർ നിങ്ങൾ ഇന്ത്യൻ എക്കണോമി പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടി മാറ്റിവെക്കണം. ഓക്കെ, സോ ദിസ് ഈസ് മൈ സജഷൻ. നിങ്ങളൊരു 60 മണിക്കൂർ ഇന്ത്യൻ എക്കണോമിക്കായിട്ട് അലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, ടോട്ടൽ മൊത്തത്തിൽ 60 മണിക്കൂർ ഇന്ത്യൻ എക്കണോമിക്ക് അലക്കേറ്റ് ചെയ്യണം. കാരണം 12 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. ഈ 12 മാർക്കിൽ ഒരു 7 തൊട്ട് 9 മാർക്ക് വരെ നിങ്ങൾക്ക് അഷ്യൂർ ചെയ്ത് സ്കോർ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. 7 to 9 മാർക്സ് നിങ്ങൾക്ക് അഷ്യൂർഡ് ആണ് ഈ ഔട്ട് ഓഫ് 12 മാർക്സ്. ഓക്കെ, അപ്പോൾ 60 മണിക്കൂർ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള അവൈലബിൾ ഡേയ്സിൽ 60 hours ആണ് ഞാൻ പ്രൊപ്പോസ് ചെയ്യുന്നത്. എന്തിന്? ഇന്ത്യൻ എക്കണോമിക്ക് വേണ്ടി നമ്മൾ പ്രൊപ്പോസ് ചെയ്യുന്നത് 60 മണിക്കൂറാണ്. 60 മണിക്കൂറും 7 മൊഡ്യൂളും. ഒരു ബേസിക് മാത്തമാറ്റിക്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു മൊഡ്യൂളിന് അപ്പോൾ എത്ര മണിക്കൂർ വീതമുണ്ട്? 8 മണിക്കൂർ വീതമുണ്ട്. 8 hours പെർ മൊഡ്യൂൾ അല്ലേ. ഒരു മൊഡ്യൂളിന് നമുക്ക് പരമാവധി അലക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് 8 മണിക്കൂറാണ്. അങ്ങനെ 8 മണിക്കൂർ വെച്ചിട്ട് 7 മൊഡ്യൂൾസ്. അപ്പം നിങ്ങൾ ഇന്നോട്ട് പഠിച്ചു തുടങ്ങുകയാണ്, അല്ലെങ്കിൽ നാളെ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു 2 മണിക്കൂർ എക്കണോമിക്സിന് അലക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഇന്ത്യൻ എക്കണോമിക്ക് അലക്കേറ്റ് ചെയ്യുക. കേരള എക്കണോമിക്ക് ഇതുപോലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഇന്ത്യൻ എക്കണോമിയെ എക്സ്ക്ലൂസീവായിട്ട് പറയുകയാണ്. യു ഹാവ് ടു അലക്കേറ്റ് 2 hours എ ഡേ ഫോർ എക്കണോമിക്സ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പഠിക്കാൻ നിൽക്കരുത്. കാരണം നമ്മുടെ ടോട്ടൽ ടാർഗറ്റ് എത്ര നമുക്കറിയാം, 60 hours ആണ്. 60 hours നമ്മൾ ഈ 2 മണിക്കൂർ വെച്ചിട്ട് അടുത്ത 30 ദിവസം കൊണ്ടോ 40 ദിവസം കൊണ്ടോ നിങ്ങൾ കവർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്ജക്ട് ഫറ്റീഗ്നെസ് ഒഴിവാക്കാൻ വേണ്ടി. കാരണം നിങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഈ സബ്ജക്ട് ഫറ്റീഗ്നെസ് എന്നുള്ള പോയിന്റ്. കാരണം ഒരു ദിവസം ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കരുത്. ഒരു ദിവസം നിങ്ങൾ പരമാവധി കോർ സബ്ജക്ട്സുകൾ എല്ലാം തന്നെ ഇങ്ങനെ ടൈം അലക്കേറ്റ് ചെയ്ത് പഠിച്ചു പോകണം. അപ്പം വെയിറ്റേജ് അനുസരിച്ചിട്ട് എക്കണോമിക്സിന് ഈ പറയുന്ന പോലെ 12 മാർക്കിന്റെ വെയിറ്റേജ് ഇന്ത്യൻ എക്കണോമിക്കുണ്ട്. വീണ്ടും ഒരു 12 മാർക്കിന്റെ വെയിറ്റേജ് കേരള എക്കണോമിക്കുണ്ട്. അപ്പോൾ മൊത്തം 24 മാർക്കാണ് എക്കണോമിക്സിൽ നിന്ന് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹിസ്റ്ററി ഉണ്ട്. 40 മാർക്കാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. 40 മാർക്കിൽ വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, കേരള കൾച്ചർ 10, 10, 10, 30 മാർക്ക്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഏൻഷ്യന്റ് ഹിസ്റ്ററി, മെഡീവൽ ഹിസ്റ്ററി ആൻഡ് മോഡേൺ ഹിസ്റ്ററി, ഇതിന് 3-നും കൂടെ 10 മാർക്കേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ഓരോ സബ്ജക്റ്റിനും ഇതുപോലെ ചെയ്യും. ഇപ്പം ലെറ്റ് us confine our talks to ഇന്ത്യൻ എക്കണോമി.
ഓക്കെ, അപ്പോൾ ഡെയിലി 2 മണിക്കൂർ വെച്ച് നിങ്ങൾ അടുത്ത 30-40 ദിവസം കൊണ്ട് ഈ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്യാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ 2 സ്റ്റേജ് ആയിട്ട് നടന്നിട്ടുള്ളത്. ഒന്ന് 0-1 ബാർ ക്വസ്റ്റ്യൻ കാറ്റഗറി കോഡാണ് ഇത്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മുടെ ക്വസ്റ്റ്യനും സിലബസും നമ്മുടെ ടെലിഗ്രാം ചാനലിലുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഇടാം, നിങ്ങൾ പോയി കാണുക. അതിൻ്റെ അകത്ത് ഒഫീഷ്യൽ ആൻസർ കീയും കൊടുത്തിട്ടുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എല്ലാം ഒഫീഷ്യൽ ആൻസർ കീയും കാണും. അപ്പം ഞാനിപ്പം ക്വസ്റ്റ്യൻ കാറ്റഗറി കോഡ് 0-1 ബാർ 2020, അതുപോലെ തന്നെ 0-66 ബാർ 2020, ഇങ്ങനെ 2 സ്റ്റേജ് ആയിട്ട് നടന്ന പ്രിലിംസിന്റെ ചോദ്യപേപ്പറുകളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്രേക്ക് ഡൗൺ ഒന്ന് കാണിക്കാം. ഓക്കെ, വെയിറ്റേജ്, എത്ര ചോദ്യങ്ങൾ ഏതൊക്കെ മോഡ്യൂൾസിൽ നിന്ന് വന്നു. നമുക്ക് മൊത്തം എത്ര മോഡ്യൂൾ ഉണ്ടേ? 7 മോഡ്യൂൾസ് ഉണ്ട് അല്ലേ? 7 മോഡ്യൂൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 7 മോഡ്യൂളിൽ നിന്നും ഓരോ എക്സാമിലും ഓരോ മീൻസ് 0-1 ബാർ 2020 12 ചോദ്യം, 0-66 ബാർ 2020 12 ചോദ്യം, മൊത്തം നമുക്ക് 24 ക്വസ്റ്റ്യൻസ് ഇന്ത്യൻ എക്കണോമിയിൽ നിന്നുണ്ട്. അത് എവിടെ നിന്നൊക്കെ വന്ന് നോക്കൂ. മൊഡ്യൂൾ 1ൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ആണ്. ഇതിവിടെ മൊഡ്യൂൾ 1ന്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് ചുരുക്കി എഴുതിയിരിക്കുക. താഴോട്ട് നമുക്ക് സ്ലൈഡ്സ് ഉണ്ട്. ഓരോ മൊഡ്യൂളും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം അവിടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പം മൊഡ്യൂൾ 1ൽ നിന്ന് ഫസ്റ്റ് സ്റ്റേജിൽ 4 ചോദ്യം, രണ്ടാമത്തെ സ്റ്റേജിൽ 2 ചോദ്യം. അപ്പോൾ 6 മാർക്കിന്റെ വെയിറ്റേജ് 6 ക്വസ്റ്റ്യൻസ് മൊഡ്യൂൾ 1ൽ നിന്ന് ഇതുവരെ KS പ്രിലിംസിൽ ചോദിച്ചിട്ടുണ്ട്. മൊഡ്യൂൾ 2 അഗ്രികൾച്ചർ, ലാൻഡ് റിഫോംസ് ആൻഡ് ഫുഡ് സെക്യൂരിറ്റി ആണ് അതിൻ്റെ കോർ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അതിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ 1 ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ. ഇൻഫ്രാസ്ട്രക്ചറിൽ നിന്ന് 2 ചോദ്യം. പോപ്പുലേഷൻ, അൺഎംപ്ലോയ്മെന്റ് ഇഷ്യൂസ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അത് കണ്ടന്റ് ആയിട്ട് വരുന്ന മൊഡ്യൂൾ 5ൽ നിന്ന് 6 ചോദ്യങ്ങൾ. ഓക്കെ, 2ഉം 4ഉം 6 ചോദ്യങ്ങൾ. പബ്ലിക് ഫിനാൻസും മോണിറ്ററി പോളിസീസും ഒരു മോഡ്യൂളിലാണ്, മൊഡ്യൂൾ 6. അതിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എക്സ്റ്റേണൽ സെക്ടറിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുമ്പം ഈ 7 മോഡ്യൂൾസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ശ്രദ്ധിച്ച് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഇത് തന്നെയാണ് നിങ്ങളുടെ മെയിൻസിന്റെ സിലബസ്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഈ 2 മണിക്കൂർ അലക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ഷാൾ നോട്ട് ബി എ മിയർ പ്രിലിംസ് പ്രിപ്പറേഷൻ. ഇൻസ്റ്റഡ് അതൊരു ഇന്റഗ്രേറ്റഡ് പ്രിപ്പറേഷൻ കൂടി ആയിരിക്കണം. കാരണം ഇവിടെ ചില മൊഡ്യൂൾസ് നിങ്ങൾക്ക് നോക്കിയാൽ ചിലപ്പം തോന്നും അത് അണ്ടർ റെപ്രസെന്റഡ് ആണെന്ന്. അതിൻ്റെ അകത്തുനിന്ന് അധികം ക്വസ്റ്റ്യൻ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിലെല്ലാം ആ ഭാഗത്തു നിന്നെല്ലാം നിങ്ങൾക്ക് മെയിൻസിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് ഇതുപോലെ സ്ട്രാറ്റജി വീഡിയോ മെയിൻസിന് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ അത് കവർ ചെയ്യാം. ഫോർ ദ ടൈം ബീങ് ഇതാണ് അവസ്ഥ. 7 മോഡ്യൂൾസ്, അതിൽ നിന്ന് 2 സെറ്റ് ചോദ്യ പേപ്പറുകൾ, അതിൽ നിന്ന് നമുക്ക് ഇതുവരെ മൊത്തം 24 ക്വസ്റ്റ്യൻ്റെ ഒരു റിപ്പോസിറ്ററി അവൈലബിൾ ആയിട്ടുള്ളൂ. അത് വെച്ചിട്ട് നമുക്ക് ഓരോ മൊഡ്യൂളും ഒന്ന് പരിചയപ്പെടാം. ഇനി ടോപ്പിക് വൈസ് ആയിട്ടുള്ള ഈ ഓരോ മൊഡ്യൂളിൽ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് ഏരിയാസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് ഇൻഡിവിജ്വൽ വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾ തൽക്കാലം പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ ഓരോ മൊഡ്യൂൾസും എന്താണ് അതിൻ്റെ അകത്തെ കോർ കണ്ടന്റ് എന്നും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നും നമ്മളവിടെ ബ്രേക്ക് ഡൗൺ എഴുതിയല്ലോ, ആ ബ്രേക്ക് ഡൗൺ അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതാണെന്ന് മാത്രം ഒന്ന് നോക്കി പോവാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പം മൊഡ്യൂൾ 1 ഇത് നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേരാണ് കേട്ടോ, എക്കണോമി ആൻഡ് പ്ലാനിങ് എന്നുള്ളത്. മൊഡ്യൂൾ 1 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എക്കണോമി ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസിൽ തുടങ്ങി വിവിധ ഭരണ കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയ ഡെവലപ്മെന്റും അല്ലെങ്കിൽ സാമ്പത്തിക നയങ്ങളും കവർ ചെയ്യുന്ന ഒരു ഹോളിസ്റ്റിക് മോഡ്യൂളാണ് മൊഡ്യൂൾ 1 എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ അകത്തൊരു കൺസെപ്ച്വൽ മോഡ്യൂൾ വരുന്നുണ്ട്, നാഷണൽ ഇൻകം ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. അതിൻ്റെ NCERTയിലെ കൺസേൺ ചാപ്റ്റർ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയി നോക്കുക. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിലാണ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ആസൂത്രണ കമ്മീഷനിൽ തുടങ്ങി 5 ഇയർ പ്ലാൻസ് അബോളിഷ് ചെയ്ത് ആസൂത്രണ കമ്മീഷൻ അബോളിഷ് ചെയ്ത ശേഷമുള്ള നീതി ആയോഗ് വരെയുള്ള ടോപ്പിക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് മോഡ്യൂളിനെ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുക. എന്താണ് നാഷണൽ ഇൻകം, എക്കണോമി ആൻഡ് പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഡ്യൂറിങ് വേരിയസ് പോളിസി റെജീംസ്. ഇതാണ് മൊഡ്യൂൾ 1. ഈ മൊഡ്യൂൾ 1ൽ നിന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ഒന്ന് നോക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് മൊഡ്യൂൾ 1ൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതാ നോക്കൂ, പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് ചെയ്യാം. ഓരോ മൊഡ്യൂളും ആ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, മേജർ ടോപ്പിക് വീഡിയോസിൽ ചെയ്യാം. ഇവിടെ നമ്മൾ അതിൻ്റെ സമയം കളയേണ്ടത്, ബാക്കി 7 മോഡ്യൂൾസ് കൂടെ നമുക്ക് നോക്കി പോകാനുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ നോക്കൂ, ഒബ്ജക്റ്റീവ് ഓഫ് 8th 5-year പ്ലാൻ എന്താണ്? ട്രിക്കിൾ ഡൗൺ എഫക്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് അണ്ടർ നാഷണൽ ഇൻകം. നാഷണൽ ഇൻകത്തിലെ ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണെന്ത് ഈ ട്രിക്കിൾ ഡൗൺ എന്നുള്ളത്. ഓക്കെ, അപ്പം എത്രത്തോളം സിലബസിനെ ഹോണർ ചെയ്തുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കൂ. 1ാമത്തെ സെറ്റിലുള്ള ചോദ്യമാണ്.
അതുപോലെ തന്നെ ഹാരോ ഡോമർ മോഡൽ പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്ത ഒരു മോഡലാണ് ഹാരോ ഡോമർ മോഡൽ. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ, ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നു. പിന്നെ നീതി ആയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഇതിന്റെ ആൻസർ കീയിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ 1 സിലബസിൽ നിന്നല്ലാതെ ഒരു ചോദ്യം പോലും 01/2020 എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടില്ല. സ്ട്രിക്ട്ലി സിലബസിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ മൊഡ്യൂളും എങ്ങനെ പഠിക്കണമെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ എഗെയിൻ ഞാൻ പറയുന്നു, നമുക്ക് ചെയ്യാം. ഇനി 066/2020 ക്വസ്റ്റ്യൻസ് നോക്കൂ. എന്താണ്? ഇന്ത്യൻ പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ആസൂത്രണ കാലയളവിൽ ഇന്ത്യ ആസൂത്രണം കൊണ്ട് കൈവരിച്ച നേട്ടങ്ങൾ ഏതൊക്കെ എന്നാണ് ചോദ്യം. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ഡീറ്റെയിലോട്ട് പോകല്ല, ഞാൻ ക്വസ്റ്റ്യൻ കണ്ടന്റ് എക്സൈറ്റ്മെന്റ് പറയാണ്. ഇതിൽ ആ 4th സ്റ്റേറ്റ്മെന്റ് നോക്കണേ, ഹൈ കൺട്രോൾ ഓവർ റീറ്റെയിൽ പ്രൈസസ്. ഇൻഫ്ലേഷൻ ആണ്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നത് നമുക്കറിയാം ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന അതിന്റെ സ്പിയർ ഓഫ് ഓട്ടോണോമി ഉള്ള ഒരു സംവിധാനമാണ് എന്ത് മോണിറ്ററി പോളിസി ഉപയോഗിച്ചിട്ട് എന്ത് കോമ്പാറ്റ് ചെയ്യുന്നത്? ഇൻഫ്ലേഷൻ കോമ്പാറ്റ് ചെയ്യുന്നത്. സോ 4th സ്റ്റേറ്റ്മെന്റ് നമുക്ക് ചുമ്മാ എലിമിനേറ്റ് ചെയ്ത് ആൻസർ എത്താം. ലീവ് ഇറ്റ്, അതിലോട്ട് പോകണ്ട. അപ്പം ടോപ്പിക് എവിടുന്നാന്ന് മാത്രം നോക്കിയാൽ മതി. ഇന്ത്യൻ പ്ലാനിംഗ് എന്നാണ് ടോപ്പിക് അല്ലെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, വീണ്ടും ഈ ക്വസ്റ്റ്യൻ വീണ്ടും വന്നിരിക്കുകയാണ്. ട്രിക്കിൾ ഡൗൺ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഈ രണ്ടാമത് ചോദിച്ചപ്പം ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ, അതിന്റെ കാര്യം എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് ആദ്യം ഒന്ന് മനസ്സിരുത്തുക, സിലബസിന്റെ അകത്ത് നിന്നാണോ ക്വസ്റ്റ്യൻ? അതെ. ഈ മൊഡ്യൂളിന് എത്ര മണിക്കൂറാണ് നമ്മൾ അലക്കേറ്റ് ചെയ്യേണ്ടത്? 8 മണിക്കൂറാണ് അലക്കേറ്റ് ചെയ്യേണ്ടത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് എന്താണ്? നാഷണൽ ഇൻകം, പ്ലാനിംഗ്, 5 ഇയർ പ്ലാൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്ലാനിംഗ് കമ്മീഷൻ, 5 ഇയർ പ്ലാൻസ്. 5 ഇയർ പ്ലാൻസിന്റെ ഒബ്ജക്റ്റീവ് അടങ്ങിയ ഒരു PDF, ഒരു സ്റ്റാൻഡേർഡ് PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഈ മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് 2 നോട്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിക് വീഡിയോസ് ഒക്കെ വരുന്നതിന് മുന്നേ നിങ്ങൾ ആ ഒരു നോട്ട്സ് ഒന്ന് വായിച്ചിരിക്കുക. ടെലിഗ്രാം ചാനലിൽ നോട്ടുണ്ട്. ഓക്കെ, ശരി. അടുത്ത മൊഡ്യൂൾ പോകാം. സെക്കൻഡ് മൊഡ്യൂൾ അഗ്രികൾച്ചർ, ലാൻഡ് റിഫോംസ് ഇൻ ഇന്ത്യ, ടെക്നോളജിക്കൽ ചേഞ്ച് ഇൻ അഗ്രികൾച്ചർ, മേജർ ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ് ഇൻ വേരിയസ് പാർട്ട് ഓഫ് ദ കൺട്രി, ഇറിഗേഷൻ. അപ്പോൾ ഇവിടെ എന്തൊക്കെ അറിയണം? ഇന്ത്യയിലെ ലാൻഡ് റിഫോംസ് എന്നുള്ള, അതായത് നമ്മുടെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് ആണ് ഫുഡ് ക്രൈസിസ്, ഭക്ഷ്യക്ഷാമം. ആ ഭക്ഷ്യക്ഷാമം നേരിടുന്നതുമായിട്ട് ബന്ധപ്പെട്ടും ബ്രിട്ടീഷുകാരുടെ പോളിസി മീൻസ് ലാൻഡ് പോളിസീസ് അല്ലെങ്കിൽ ഭൂനികുതി സമ്പ്രദായം അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ സമ്പ്രദായത്തിന്റെ ഭാഗമായിട്ടും ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ കൃഷിയെ വാണിജ്യവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയെ ഈ പറയുന്നത് പോലെ ഒരു റോ മെറ്റീരിയൽസിന്റെ കേന്ദ്രമായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഒരു വിൽപ്പന മാർക്കറ്റായിട്ടോ ഇന്ത്യയെ തരം താഴ്ത്തിയതിന്റെ ഭാഗമായിട്ട്, ഡീഇൻഡസ്ട്രിയലൈസ് ചെയ്തതിന്റെ ഭാഗമായിട്ട്, റൂറൽ എന്താ പറയണ്ട ഡിസ്ട്രസ് മൈഗ്രേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഗണ്യമായി തീവ്രമായി നമ്മുടെ കാർഷിക മേഖല സഫർ ചെയ്യുകയും സ്വാതന്ത്ര്യലബ്ധിയുടെ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷ്യധാന്യങ്ങൾ പോലും നമുക്ക് ഇറക്കുമതി ചെയ്യേണ്ട ഒരു ഗതികേടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാൻഡ് റിഫോംസിലോട്ട് പോവുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി പോലും ലാൻഡ് റിഫോംസ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയായിരുന്നു. സോ അഗ്രികൾച്ചർ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ലാൻഡ് റിഫോംസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രിലിംസിലും ചോദിക്കും, മെയിൻസിലും ചോദിക്കും. അത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുകയും വേണം. ഓക്കെ, സാങ്കേതികമായിട്ടുള്ള ടെക്നോളജിക്കൽ ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, നമുക്കറിയാം കൃഷിയിൽ വരുത്തേണ്ട കാലാനുസൃതമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ, സാങ്കേതികമായിട്ട് വരുത്തേണ്ട മാറ്റങ്ങൾ, ഇതെല്ലാം അഡോപ്റ്റ് ചെയ്ത് ഗ്രീൻ റെവല്യൂഷൻ, അതായത് ഒരു ഫസ്റ്റ് പ്ലാൻ ഹോളിഡേ എടുത്ത സമയത്ത് നമ്മൾ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ അടങ്ങിയ ഭാഗം. പിന്നെ ഇത് ജോഗ്രഫിയിൽ ഒരു ഏരിയ ആണ്, മേജർ ക്രോപ്സ് ആൻഡ് ക്രോപ്പിംഗ് പാറ്റേൺസ്. അതുകൊണ്ട് ടൈപ്സ് ഓഫ് ഇറിഗേഷൻ, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ടൈപ്സ് ഓഫ് ഇറിഗേഷൻ നിങ്ങൾ പഠിക്കണം മൊഡ്യൂൾ 2. എഗെയിൻ ഞാൻ പറയുന്നു, ഇതിന് നമ്മളൊരു 8 hours ആണ് അലക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ടൈപ്സ് ഓഫ് ഇറിഗേഷൻ. പിന്നെ പ്രൈസിംഗ് ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ്. ഇതെന്തുവാ ഈ പ്രൈസിംഗ് ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് എന്ന് പറയുന്നത്? നിങ്ങൾ MSP എന്ന് കേട്ടിട്ടുണ്ടോ? താങ്ങുവില എന്ന് കേട്ടിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിക്കാറില്ലേ? 23 ക്രോപ്സിന് താങ്ങുവില പ്രഖ്യാപിക്കുന്നുണ്ട്. CSCP എന്ന് പറയുന്ന ഒരു ഏജൻസി ഉണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളും ചില വിളകൾക്ക് അത് പാരലായിട്ട് പഠിക്കണം. കേരള എക്കണോമിക് കൂടെ ഉള്ളതുകൊണ്ടാണ്. സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് ഉണ്ട്, അത് MSP എന്നുള്ള പേരിലല്ല അറിയപ്പെടുന്നത്. സോ അതാണ് ഈ പോർഷനിൽ വരുന്നത്, പ്രൈസിംഗ് ഓഫ് അഗ്രികൾച്ചർ ഇൻപുട്സ് എന്നുള്ളത്. അഗ്രികൾച്ചർ ഫിനാൻസ് പോളിസി, അഗ്രികൾച്ചർ കൃഷിയായിട്ട് ബന്ധപ്പെട്ട നയങ്ങൾ. ഓക്കെ, അതുപോലെ തന്നെ ഫുഡ് സെക്യൂരിറ്റി, ഭക്ഷ്യക്ഷാമവുമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്യൂസ് ഇൻ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇന്ത്യ എന്ന് പറയുന്നത് ഭക്ഷ്യ സുരക്ഷാ നിയമം പാസ്സാക്കിയ കൃത്യമായി വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ കണക്ക് ബോധിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ഓക്കെ, നമുക്കൊരു എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ എന്നൊക്കെ പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊരു സിമ്പിൾ ടോപ്പിക് അല്ല.
പ്രിലിംസിൽ പോലും ആഴത്തിൽ ചോദ്യങ്ങൾ വരും. മെയിൻസിൽ നിങ്ങൾ ഒരു കോൾ എടുക്കേണ്ട, അനലിറ്റിക്കലായിട്ട് പോകേണ്ട, മീൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. എഗ്രിമെന്റ് ഓൺ അഗ്രികൾച്ചർ എന്താണെന്ന് നിങ്ങൾ അറിയണം. അത് ഇന്ത്യയുടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമായിട്ട് ബന്ധമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ രാജ്യത്തൊരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് പാസ്സാക്കിയിട്ടുള്ളത്. പിന്നെ അറിയാമല്ലോ, ഫസ്റ്റ് പ്ലാൻ ഹോളിഡേ വന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് 60കളിലും 70കളിലും നടപ്പിലാക്കിയ ഗ്രീൻ റെവല്യൂഷൻ, സസ്റ്റൈനബിൾ അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിങ്ങിനുമായിട്ട് എടുത്തിട്ടുള്ള നടപടികൾ. ഓക്കെ, സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ എത്രയാണെന്ന് നോക്കൂ. ഫസ്റ്റ് സ്റ്റേജ് 1 പ്രിലിംസിൽ മാത്രമാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ബൈ ആൻഡ് ലാർജ് ലാൻഡ് റിഫോംസ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. അതായത് ലാൻഡ് റിഫോംസിനെ പറ്റിയ ഒരു ഇവാലുവേഷൻ. ബൈ ആൻഡ് ലാർജ് land reforms in India enacted so far and those contemplated in the near future are in the right direction എന്ന് പറഞ്ഞു ധാരണ ചോദിച്ചെങ്കിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ റീജിയണൽ ഡിസ്പാരിറ്റീസിനെ പറ്റിയ ഒരു ചോദ്യം ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് വേറൊരു പോർഷനിൽ നമ്മളത് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം റീജിയണൽ ഡിസ്പാരിറ്റീസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത കാര്യങ്ങളിൽ അഗ്രേറിയൻ റീസൺസ് പ്ലസ് ഡിസ്ട്രസ് മൈഗ്രേഷൻ അല്ലെങ്കിൽ മറ്റ് കാരണങ്ങളൂടെ ഉണ്ട്. ദിസ് ക്യാൻ ഓൾസോ ബി റിഗാർഡഡ് അണ്ടർ അഗ്രികൾച്ചറിൽ അത് ഉൾപ്പെടുത്താം. പിന്നെ അതുപോലെ തന്നെയാണ് ഇത് വന്നേക്കുന്നത് മിനിമം സപ്പോർട്ട് പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം. ഈ ചോദ്യം വേണമെങ്കിൽ ഞാൻ ഒന്ന് സാമ്പിളായിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തരാം. മിനിമം കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. മിനിമം സപ്പോർട്ട് പ്രൈസ് ഈസ് അനൗൺസ്ഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് അല്ല. മിനിമം സപ്പോർട്ട് പ്രൈസ് ഈസ് അനൗൺസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് ഓൺലി. ഓക്കെ, MSP സെൻട്രൽ ഗവൺമെന്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിക്കാറുണ്ടോ? ഉണ്ട്. അതൊരു ഡിഫറെന്റ് പോളിസി മെഷർ ആണ്. അതിനെ പറയുന്ന പേര് MSP എന്നല്ല. ഓക്കെ, അതൊരു സ്റ്റേറ്റ് ഗവൺമെന്റ് അഡ്മിനിസ്ട്രേഡ് പ്രൈസ് ആണ്. അതുകൊണ്ട് ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ ഏതൊക്കെ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം? എയും പോവും, സിയും പോവും. പിന്നെ ഏതൊക്കെ ഉണ്ടേ? ഒന്നുകിൽ ബി അല്ലെങ്കിൽ ഡി. മിനിമം സപ്പോർട്ട് പ്രൈസ് അനൗൺസ്ഡ് വെൽ ബിഫോർ സോവിങ്. ഓക്കെ, അത് ശരിയാണോ? മിനിമം സപ്പോർട്ട് പ്രൈസ് വിതയ്ക്കുന്നതിന് മുന്നേ ആണോ? അതുപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ് ഈസ് അനൗൺസ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ? ആ സ്റ്റേറ്റ്മെന്റ് രണ്ടും ശരിയാണ്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് 2 and 4 ആണ്. ഓപ്ഷൻ ഡി 2 and 4 ആണ്. ഓപ്ഷൻ ഡി 2 and 4 ആണ്. ഒരു സെക്കൻഡ്. ഓക്കെ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ 2 മോഡ്യൂൾ കവർ ചെയ്തു. മൂന്നാമത്തെ മോഡ്യൂൾ ഇതാ നോക്കൂ. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പോളിസി, തേർഡ് മോഡ്യൂൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ പോളിസി. അത് കൊളോണിയൽ ടൈം പീരീഡ് തൊട്ട് ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡ് തൊട്ട് ഇപ്പോൾ വരെയുള്ള ഇന്ത്യയുടെ വ്യാവസായിക നയങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കണം. പൊതുമേഖലാ സ്ഥാപനങ്ങളെ പറ്റി പഠിക്കാനുണ്ട്. ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തിന്റെ ആ ഒരു പാറ്റേൺ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. അതൊരു ഗ്രാഫ് വെച്ച് തന്നെ നമുക്കത് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ചെറുകിട വ്യവസായമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, സെസ് എന്നുള്ള കോൺസെപ്റ്റ് എന്താണ്, ഇതൊക്കെ നമുക്ക് ടോപ്പിക് വീഡിയോസ് ആയിട്ട് തന്നെ ചെയ്യാം. സെസ്സിന്റെ ഫീച്ചേഴ്സ് എന്താണ്, സ്പെഷ്യൽ എക്കണോമിക്സ് ഉണ്ട്, കോൺസെപ്റ്റ് എന്താണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നുള്ളത് നമുക്ക് ടോപ്പിക് വീഡിയോസിൽ നമുക്ക് ഉൾപ്പെടുത്തി ചെയ്യാം. അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് കോമ്പറ്റീഷൻ പോളിസി. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് അറിയാം, അരവിന്ദ് മായാറാം പാനലാണ് ഇന്ത്യയിലെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിന് ഒരു ക്ലാസിഫിക്കേഷൻ കൊടുത്തിരിക്കുന്നത്, FDIs എന്നും FPIs എന്നും. ഓക്കെ, അപ്പൊ അതെന്താണെന്ന് നിങ്ങൾ അറിയണം. അതുപോലെ ഇന്ത്യയുടെ കോമ്പറ്റീഷൻ ആക്ട് ഉണ്ട്. റീസെന്റ് കോമ്പറ്റീഷൻ ആക്ട് അത് അമെൻഡ് ചെയ്തിരുന്നു. സോ കോമ്പറ്റീഷൻ ആക്ട് എന്താണെന്ന് അറിയണം. ഇ കൊമേഴ്സിന്റെ ഫീച്ചേഴ്സ് അറിയണം. എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ പ്രീ റിഫോം പീരീഡിലെ, പോസ്റ്റ് റിഫോം പീരീഡിൽ അല്ലെങ്കിൽ ഉദാരവൽക്കരണത്തിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് നമ്മുടെ എക്കണോമിയിൽ അനുഭവപ്പെട്ടത്, അതാണ് എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ. ഇത് UPSC കോമൺ ഏരിയ ആണ്. UPSCയിൽ ഉള്ളൊരു ഏരിയ തന്നെയാണ് എഫക്ട്സ് ഓഫ് ലിബറലൈസേഷൻ ഓൺ ദ എക്കണോമി എന്നുള്ളത്. അപ്പം ഇതിൻ്റെ അകത്ത് മൊഡ്യൂൾ 3 ഈ പോർഷൻ എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 ഒരു പോർഷനുമായിട്ട് ബന്ധമുള്ളത് തന്നെയാണ്. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ന്യൂ എക്കണോമിക് റിഫോംസ് എവിടെയും വരുന്നുണ്ട്, മൊഡ്യൂൾ 1 വരുന്നുണ്ട്. ഓക്കെ, അപ്പം മൊഡ്യൂൾ 3 ചോദിച്ച ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മൊഡ്യൂൾ 3 ചോദിച്ചിട്ടുള്ള ഒറ്റ ചോദ്യം വന്നിട്ടുള്ളൂ. എന്താ നോക്കൂ, താഴെ തന്നിട്ടുള്ള ഇൻഡസ്ട്രിയൽ നയങ്ങളിൽ ഈ പറയുന്ന പ്രസ്താവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഏത് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ ഭാഗമായിട്ടാണ്? ലിബറലൈസേഷൻ ഓഫ് ലൈസൻസ്ഡ് കപ്പാസിറ്റി, റിലാക്സേഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ബാക്ക്വേർഡ് ഏരിയാസ്. ഓക്കെ, ഇതൊക്കെ ഏത് വ്യാവസായിക നയത്തിന്റെ ഭാഗമായിട്ടാണ്? ഇതൊരു ലിബറലൈസേഷന്റെ ഫീച്ചേഴ്സ് എല്ലാം ഈ സ്റ്റേറ്റ്മെന്റിൽ കിടപ്പുണ്ടല്ലേ. ലിബറലൈസേഷൻ എന്നുള്ള കീ വേർഡ് വന്നിട്ടുണ്ട്. സോ ഇതൊരു ഗസ് എടുത്ത് വേണമെങ്കിൽ ശരിയാക്കാൻ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ 3 മോഡ്യൂൾ കഴിഞ്ഞു. 4ാമത്തെ മോഡ്യൂൾ വെരി ഇമ്പോർട്ടൻറ്റ് മോഡ്യൂൾ, ഇൻഫ്രാസ്ട്രക്ചർ ഇൻ ഇന്ത്യൻ എക്കണോമി. ഓക്കെ, പക്ഷെ നിങ്ങൾ ഈ സിലബസ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ സിലബസിൽ ഓൺലി ടോക്കിംഗ് അബൌട്ട്
ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റി ഇത് പറയുന്നില്ല. എന്തുവാ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം? ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ മോഡ്യൂളിൽ പറയുന്നതൊക്കെ തന്നെയാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താണ്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്താ? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹെൽത്തും എഡ്യൂക്കേഷനും ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് ഒക്കെയാണ് അതിൽ വരുന്നത്. അപ്പോൾ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ പക്ഷേ ഇവിടെ ഇല്ലെങ്കിലും കേരള എക്കണോമിയിൽ വരുന്നുണ്ട്. കേരള എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട് അത് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ള മോഡ്യൂള്. അപ്പം ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഡെഫിനിഷൻ തൊട്ട് മീനിങ് ടൈപ്പ് എന്നൊക്കെ പറയുന്നതാണ്. ഇൻഫ്രാസ്ട്രക്ചറിന് ഒരു ഡെഫിനിഷൻ ഉണ്ട്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് വാട്ടർ സപ്ലൈ ആൻഡ് സാനിറ്റേഷൻ, എനർജി ആൻഡ് പവർ, ഇന്ത്യയിലെ ഡിഫറെൻറ്റ് പവർ ജനറേഷൻ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പാരീസ് ക്ലൈമറ്റ് അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഒരു എമിഷൻ കമ്മിറ്റ്മെന്റ് എന്താണ്, ഇതെല്ലാം ഈ ടോപ്പിക്കിൽ വരുന്നതാണ്. പിന്നെ LSTS പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നമ്മൾ LSTS സിലബസിന്റെ ഭാഗമായിട്ട് പഠിച്ച ചില കാര്യങ്ങളുണ്ട്. റൂറൽ ആൻഡ് അർബൻ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട സ്മാർട്ട് സിറ്റി സ്കീം, JNURM, ഇതെല്ലാം ഈ മോഡ്യൂളിന്റെ അകത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. ഇതെല്ലാം മേജർ ടോപ്പിക്സ് ആണ്. ഇത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ആണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് സയൻസ് ആൻഡ് ടെക്നോളജി വന്നതുകൊണ്ടോ നിങ്ങൾക്ക് KS സിലബസിൽ പ്രിലിംസിലും മെയിൻസിലും സയൻസ് ആൻഡ് ടെക്നോളജി സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട രാജ്യത്തെ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ലാബുകൾ അല്ലെങ്കിൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനെ ഹോണർ ചെയ്ത് തന്നാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതുവരെ നമ്മൾ 3 മൊഡ്യൂൾ കഴിഞ്ഞ് ഈ 3 മൊഡ്യൂളും സിലബസിൻ്റെ അകത്തും തന്നാണ്. പലർക്കും ധാരണയുണ്ട് റാൻഡം ആയിട്ടാണ് KS ക്വസ്റ്റ്യൻസ് പ്രിലിംസിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം നടന്ന ഡിഗ്രി പ്രിലിംസ് എക്സാം ആണ് കുറച്ചും കൂടെ സിലബസ്. അങ്ങനെയല്ല, ഡിഗ്രി പ്രിലിംസ് എളുപ്പമായതുകൊണ്ടാണ്. KS പ്രിലിം സിലബസ് മെയിൻ സിലബസിന് തുല്യമായതുകൊണ്ട് തന്നെ അതിന് ഡെപ്ത് ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാപ്പ് ചെയ്യാൻ പറ്റാഞ്ഞത്. ഓക്കെ, ക്വസ്റ്റ്യൻ മാപ്പ് ചെയ്ത് കാണിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുന്നു, ടോപ്പിക് വൈസ് നമുക്ക് മേജർ ഏരിയാസ് നമുക്ക് ടോപ്പിക്കായിട്ട് കവർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചറിൽ പോർട്സ് ഉണ്ട്, റോഡ്സ് ഉണ്ട്, എയർപോർട്ട്സ് ഉണ്ട്, റെയിൽവേസ് ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഡാംസ്, ഇൻലാൻഡ് വാട്ടർവേസ്. ഓക്കെ, പോർട്സിന്റെ കേസിൽ മേജർ പോർട്സ് ഏതൊക്കെയാണ്, മൈനർ പോർട്സ് ഏതൊക്കെയാണ്, അതിന്റെ ലൊക്കേഷൻ, അതിന്റെ ഫീച്ചേഴ്സ് അറിയേണ്ടതായിട്ടുണ്ട്. എയർപോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രൈവറ്റ്ലി റൺ അല്ലെങ്കിൽ പ്രൈവറ്റ് അഡ്മിനിസ്ട്രേഡ് ആയിട്ടുള്ള എയർപോർട്സും അതുപോലെ തന്നെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എയർപോർട്സ് നിങ്ങൾ അറിയണം. ഇപ്പോൾ കേരളത്തിന്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കേരളത്തിൽ 4 എയർപോർട്ടുകളുണ്ട്. അതിൽ 3 എയർപോർട്ട്സ് ഇപ്പോൾ പ്രൈവറ്റ്ലി അഡ്മിനിസ്ട്രേഡ് ആണ്. ഒരെണ്ണം മാത്രമേ ഏതുള്ളൂ, എയർപോർട്ട് അതോറിറ്റിയുടെ കീഴിലുള്ളൂ. അപ്പോൾ മേജർ എയർപോർട്ട്സ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ആ ഒരു എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചറിനെ പറ്റിയുള്ള ഒരു മൊഡ്യൂൾ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് പോർഷനെങ്കിലും നമുക്ക് വീഡിയോ ആയിട്ട് മേജർ, ഞാൻ പറഞ്ഞല്ലോ നമുക്ക് 200 വേണ്ട. ഓക്കെ, നിങ്ങളെ എൻറിച്ച് ചെയ്യാനും നിങ്ങളെ ഈ പറയുന്നത് പോലെ ഒന്ന് എഡ്യൂക്കേറ്റ് ചെയ്യാനും വേണ്ടുന്ന സാധനങ്ങൾ നമുക്ക് ടോപ്പിക്കായിട്ട് ചെയ്യാം. റെയിൽവേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട് മേജർ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സോൺസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെയാണ് ടെലികമ്മ്യൂണിക്കേഷൻ. ഇൻലാൻഡ് വാട്ടർവേസിലാണ് നമ്മൾ നാഷണൽ വാട്ടർവേസ് വരുന്നത്. റോഡ്സിന്റെ കേസിൽ പ്രധാനപ്പെട്ട റോഡ്സ്, നാഷണൽ ഹൈവേസ്, പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസ് നിങ്ങൾ അറിയണം. പിന്നെ ഇതുപോലെ തന്നെ ചില ബഡ്ജറ്റിലൊക്കെ വരുമല്ലോ കോട്ടലാറ്ററൽസ്, ഇത്തരം കാര്യങ്ങൾ മേജർ സിറ്റീസിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള പ്രധാനപ്പെട്ട റോഡ് ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം സിലബസിൽ വരും. ഇനി ഇത് വാട്ട് ഈസ് നമുക്ക് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് അല്ലെ, എൻവയോൺമെന്റൽ ഇമ്പാക്ട് പാരിസ്ഥിതിക ആഘാത പഠനം എന്ന് പറയും. അതുപോലെ തന്നെയാണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്ന ഒരു സാധനം കൂടി ഇൻഫ്രാസ്ട്രക്ചർ. എന്താണ് സോഷ്യൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് തന്നെ പ്രിലിംസിൽ ഒരു ഫാക്ച്വൽ അല്ലെങ്കിൽ കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആയിട്ട് അത് വരാം. ഇതല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ഷോർട്ട് എസ്സേ ആയിട്ട് 3 മാർക്കിന് എവിടെ ചോദിക്കാം, മെയിൻസിൽ ചോദിക്കാം. അപ്പൊ ഈ നാലാമത്തെ മൊഡ്യൂളിൽ നിന്നുള്ള പ്രിലിംസ് ക്വസ്റ്റ്യൻ നോക്കൂ. 2 ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. അത് 2ാമത്തെ സ്റ്റേജിലാണ് ചോദിച്ചത്. രണ്ടും നിങ്ങൾ എക്കണോമിക്സ് ആണെന്ന് തെറ്റിയിരിക്കും. മീൻസ് എക്കണോമിക്സ് അല്ലെന്ന് തെറ്റിയിരിക്കും. പക്ഷേ ഇത് എക്കണോമിക്സ് ആണ്. ഇതാണ് പ്രശ്നം. കൃത്യമായിട്ട് സിലബസിനെ മാപ്പ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് തെറ്റിയിരിക്കും. പക്ഷേ ഇത് സയൻസ് ആൻഡ് ടെക്നോളജി ആണോ? ആണ്. പക്ഷേ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഇൻഫ്രാസ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളമാണ് ചോദ്യം. വിച്ച് ഹാപ്പൻ ടു ബി ഇൻക്ലൂഡഡ് അണ്ടർ വാട്ട് അവർ എക്കണോമിക് സിലബസ്. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, ഒരു കറണ്ട് അഫയർ ആണ്, അന്നത്തെ റീസെന്റ് ഇനോഗ്രേറ്റഡ് 5 യങ് സയന്റിസ്റ്റ് ലാബ്സ് അല്ലെ, 5 ലാബുകൾ പ്രധാനമന്ത്രി റീസെന്റ് ഉദ്ഘാടനം ചെയ്തു. ഇൻഫ്രാസ്ട്രക്ചർ ആണ് അല്ലെ, സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇനി അടുത്ത എന്താണ്? ദ റീസെന്റ് ലോഞ്ച്ഡ് കൺട്രോൾ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ പോസ്റ്റൽ ഓപ്പറേറ്റ്സ് അണ്ടർ. ഓക്കെ, അത് ടെലികമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പൊ അവിടെ വന്നിട്ടില്ലേ ടെലികമ്മ്യൂണിക്കേഷൻ? അതാ ഉണ്ട്, ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. സോ ഇത് ഏതിൽ നിന്നുള്ള ചോദ്യമാണ്? സിലബസ് വൈസ് നോക്കുകയാണെങ്കിൽ എക്കണോമിക്സ് എന്നുള്ള ചോദ്യമാണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആണ്. നമ്മളിപ്പോൾ എത്ര മോഡ്യൂളായി? 4 മോഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ മോഡ്യൂൾ ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് മോഡ്യൂൾ. കുറച്ചധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൊരു മോഡ്യൂളാണ്. ആ ഫസ്റ്റ് മോഡ്യൂൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നിട്ടുള്ള മോഡ്യൂളാണ് ഏത്? മൊഡ്യൂൾ 5.
മൊഡ്യൂൾ 5ന്റെ പ്രത്യേകത ഇത് പോപ്പുലേഷൻ്റെ സ്ട്രക്ചർ ആൻഡ് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ട്രെൻഡ്സ് ആൻഡ് പാറ്റേൺസ് ഓവർ ടൈം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് കുറേ ടെക്നിക്കൽ ടേംസ് നിങ്ങൾ ആ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുണ്ട്. പിന്നെ റൂറൽ അർബൻ മൈഗ്രേഷൻ്റെ കാരണം റീസൺ അറിയണം. ഗ്രാമപ്രദേശത്ത് നിന്ന് ആളുകൾ എന്തുകൊണ്ട് നഗരപ്രദേശങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു, അതിൻ്റെ റീസൺ ഡിസ്ട്രസ് ആണോ, അതിനെയാണ് റൂറൽ അർബൻ ഡിസ്ട്രസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം മൈഗ്രേഷൻ്റെ റീസൺ നിങ്ങൾ അറിയണം. ലിറ്ററസി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട എക്കണോമിക് സർവേയിലെ കൺസേൺഡ് ചാപ്റ്റർ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ്, അതൊന്ന് വായിച്ചിരിക്കുക, അതൊന്ന് നോക്കുക. ഇനി അതുപോലെ തന്നെ ഇതും ഈ പാറ്റേൺ ഓഫ് പോപ്പുലേഷൻ ഗ്രോത്ത്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് പോവേർട്ടി. പോവേർട്ടി ആയിട്ട് ബന്ധപ്പെട്ട നമ്മുടെ രാജ്യത്ത് പോവേർട്ടി അഡ്രസ് ചെയ്യുന്നതിന് വേണ്ടി ഡിഫറെൻറ്റ് കമ്മിറ്റീസ് വെയർ അപ്പോയിന്റഡ്, ഡിഫറെൻറ്റ് ടീംസ് വെയർ ഇൻവോൾവ്. ആൻഡ് അതിപ്പോൾ നീതി ആയോഗിൽ എത്തി നിൽക്കുകയാണ്. സോ അതറിയണം. ഇപ്പോൾ ടെൻഡുൽക്കർ കമ്മിറ്റി അല്ലേ, അങ്ങനെ ഡിഫറെൻറ്റ് കമ്മിറ്റീസ് വെയർ ദെയർ. സോ അതെല്ലാം ഈ പോർഷനിൽ വരുന്നതാണ്. കുറച്ച് ഡെപ്തുള്ള ഏരിയ ആണ്. പിന്നെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസ് അല്ലേ, ഇത് നമ്മൾ LSTS മെയിൻസ് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് കുറച്ച് ധാരണ ഉള്ള ഒരു ഏരിയ ആയിരിക്കും, പക്ഷെ നമുക്കത് ചെയ്യാം. നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസീസിൽ ഗ്രാമവികസനവുമായിട്ട് ബന്ധപ്പെട്ട്, ഗ്രാമീണ മേഖലയിലെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട്, തൊഴിൽ നൽകുന്ന പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള പദ്ധതികൾ നിങ്ങൾ അവിടെ അറിയണം. വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്, സെൽഫ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസും ഉണ്ട്. വേജ് എംപ്ലോയ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് MGNREGA വരുന്നത്. ഇതൊരു പ്രിലിംസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, KS പ്രിലിംസ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ കാണാം. അപ്പൊ അത് എവിടുന്നാണ് എടുത്തേക്കുന്ന ചോദ്യം? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പോളിസി എന്ന് തന്നെയാണ്. ഞാനിവിടെ എന്താണ് നിങ്ങളുടെ റീട്രേറ്റ് ചെയ്യുന്നത്? സിലബസിൽ നിന്ന് മാത്രമേ ചോദ്യം വന്നിട്ടുള്ളൂ. KSന്റെ പ്രിലിംസ് സിലബസിൽ നിന്ന് മാത്രമേ പ്രിലിംസ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. മെയിൻ സിലബസിൽ നിന്ന് മാത്രമേ മെയിൻസിന്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ. ഹാപ്പൺ ടു ബി ദ സെയിം. പ്രിലിംസ് മെയിൻസും സിലബസ് ഒന്ന് തന്നെയാണ്, പക്ഷേ സിലബസിന്റെ വെളിയിൽ നിന്ന് ഒന്നും വന്നിട്ടില്ല. പലരും ഇത് അക്നോളജ് ചെയ്യില്ല. അതിന്റെ കാരണം അവർ ഈ റിസർച്ച്, നമ്മുടെ ടീം ചെയ്തതുപോലെ ഈ റിസർച്ച് അവർ നടത്താത്തത് കൊണ്ട് മാത്രമാണ് അവർക്ക് അതുകൊണ്ടാണ് അവർ അത് ഔട്ട് സൈഡ് എന്ന് ചിലരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ കൃത്യമായിട്ട് മനസ്സിലാക്കിയോ, സിലബസിന്റെ അകത്തുനിന്ന് മാത്രമേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്. PQLI, HDI, ഹ്യൂമൻ പോവർട്ടി ഇൻഡെക്സ്, GDI, ഇതെല്ലാം നമുക്ക് അത് കുഞ്ഞു വീഡിയോസ് ആയിട്ട് ചെയ്യാം. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെവലപ്മെന്റ്, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരാം. അത് പ്രിലിംസിലും വരാം, ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇതിന്റെ പാരാമീറ്റേഴ്സോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു റീസെന്റ് കറന്റ് ഡെവലപ്മെന്റോ നിങ്ങൾക്ക് മെയിൻസിലും ചോദ്യമായിട്ട് വരാം. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ നോക്കേ. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ദിസ് ഈസ് എ ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ. ഒരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എന്തുകൊണ്ട് ക്യാൻസൽ ആയെന്നൊക്കെയുള്ള നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ കൗശൽ വികാസ് യോജന എന്ന് പറയുമ്പം എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്, ലേബറുമായിട്ട് ബന്ധപ്പെട്ടാണ്. ശരിയല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതെന്നായിരുന്നു ചോദ്യം. പിന്നെ അതുപോലെ തന്നെ ഇതാ നോക്കൂ, നാഷണൽ കമ്മീഷൻ ഓൺ ലേബർ വാസ് സെറ്റപ്പ് ഓൺ എന്ന് പറഞ്ഞൊരു ചോദ്യം. ഇറ്റ് ഈസ് അഗെയിൻ റിലേറ്റഡ് ടു എംപ്ലോയ്മെന്റ് ഓർ ലേബർ. സോ ഇനി 66 കൂടുതൽ ചോദ്യം വന്നിരിക്കുന്നത്. ആ നോക്കൂ, റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീംസുമായിട്ട് ബന്ധപ്പെട്ട് MGNREGA ആൻസർ ആയിട്ട് വരുന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ അതാ നോക്കും, ഈ സ്റ്റേറ്റ്മെന്റ് നോക്കും, ചൈനയായിട്ട് ഇന്ത്യ കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഇതിൻ്റെ അകത്തും മേജർ തിങ് ഈസ് ദാറ്റ് എംപ്ലോയ്മെന്റ് ആണ് അല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ വർക്ക് ഫോഴ്സിനെ കുറിച്ച്, എംപ്ലോയ്മെന്റിനെ കുറിച്ച് അത് പരാമർശം ഉള്ളതുകൊണ്ട് ഇതിനെ ഞാൻ എവിടെ ഇട്ടിരിക്കുകയാണ്, ഈ പറയുന്ന നമ്മുടെ 5th മോഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? ഇന്ത്യൻ എക്കണോമി ഈസ് ആസ് ഡെവലപ്ഡ് ആസ് ദാറ്റ് ഓഫ് ചൈന. നോ, ഇറ്റ്സ് നോട്ട് അല്ലേ. ചൈനയുടെ GDP അല്ലെ ചൈനയുടെ ഫോറക്സ് റേറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒന്നും എവിടെ എത്തിയിട്ടില്ല. അപ്പം ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്. അപ്പം ദിസ് ഈസ് എന്താ പറയണ്ടേ, പ്രധാനമായും അത് എംപ്ലോയ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് അറിയാമെങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഹ്യൂമൻ ജോഗ്രഫി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഈ മോഡ്യൂളിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓക്കുപേഷണൽ സ്ട്രക്ചറിംഗ് എന്നുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്ന സെഷനിൽ കവർ ചെയ്യാം. റീജിയണൽ ഡിസ്പാരിറ്റി ഞാൻ പറഞ്ഞു, അത് അവിടെ ഇട്ടു, ഇവിടെ ഇട്ടു. അതിൻ്റെ അകത്ത് അഗ്രേറിയൻ അല്ലെങ്കിൽ ഈ മൈഗ്രേഷൻ്റെ ഒരു കൺസേൺ വന്നതുകൊണ്ടാണ് ഇവിടെയും കൂടെ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 6. ഇതിൻ്റെ അകത്ത് 2 പ്രധാനപ്പെട്ട സബ് മൊഡ്യൂൾസ് ഉണ്ട്. ഒന്ന്, ഇന്ത്യയുടെ പബ്ലിക് ഫിനാൻസ് ആൻഡ് ഫിസ്ക്കൽ പോളിസീസ്, ബഡ്ജറ്റ് ഉൾപ്പെടെ രാജ്യത്തിൻ്റെ ഫിസ്ക്കൽ നയങ്ങൾ ഇതിൻ്റെ അകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ പബ്ലിക് ഫിനാൻസ്, ഗവൺമെന്റ് ബഡ്ജറ്റിംഗ്, ഇന്ത്യയിലെ നികുതി വ്യവസ്ഥ, നികുതി സമ്പ്രദായം, പബ്ലിക് എക്സ്പെൻഡിച്ചർ, പൊതുകടം, ടൈപ്സ് ഓഫ് ഡെഫിസിറ്റ്സ്, ഈ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട സബ്സിഡി എന്ന് പറയുന്ന ഒരു ഏരിയ. സബ്സിഡി എന്ന് പറയുന്ന ഏരിയ നമ്മൾ അഗ്രികൾച്ചർ എന്നുള്ള മോഡ്യൂളിലും
നമ്മൾ അതിൻ്റെ ഇൻപുട്ട് അഗ്രികൾച്ചറൽ ഇൻപുട്ട് സബ്സിഡിയുടെ ആസ്പെക്ട് വെച്ച് അവിടെ കവർ ചെയ്യും. ഇവിടെ സബ്സിഡി എക്സ്പ്ലിസിറ്റ്ലി നമ്മുടെ ബഡ്ജറ്റ് കമ്പോണന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളിവിടെ കവർ ചെയ്യും. പിന്നെ സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻ നമുക്കറിയാം, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഇൻവോൾവ് ആണ്. ഫിനാൻസ് കമ്മീഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് ചോദിക്കാം. അപ്പോൾ പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി പോളിസി ഇഷ്യൂസ് ആൻഡ് ദെയർ ഇമ്പാക്ട്. പിന്നെ അവിടെ കഴിഞ്ഞിട്ട് നേരെ മോണിറ്ററി പോളിസീസിലോട്ട് പോവുകയാണ്. സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ ബാങ്കിങ്, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മൊത്തം നിങ്ങൾ അറിയണം. അപ്പോൾ ഇവിടെ കോൺസെപ്ച്വലി മോണിറ്ററി പോളിസീസ് എന്നൊരു ക്വസ്റ്റ്യൻ പ്രിലിംസിൽ വരാൻ സാധ്യതയില്ല, പക്ഷേ ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ വരാം. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ GSTക്ക് ഒരു സെപ്പറേറ്റ് സ്ലോട്ട് അവിടെ അനുവദിച്ചിട്ടുണ്ട്. GSTയുടെ കോൺസെപ്റ്റ്, ഇംപ്ലിക്കേഷൻ, GSTയുടെ ഫിലോസഫി ആണ് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. GST എന്താണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് പഠിക്കുന്നതിനപ്പുറം GST രണ്ട് അതർവൈസ് ഈ പറയുന്ന ഇൻഡയറക്റ്റ് ടാക്സസിനുള്ള രണ്ട് പ്രധാനപ്പെട്ട ഇഷ്യൂസ് GST എന്ത് ചെയ്യുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് റിഗ്രസീവ് എഫക്റ്റും അതുപോലെ തന്നെ കാസ്കേഡിങ് എഫക്റ്റും. റിഗ്രസീവ് എഫക്റ്റിനെയും കാസ്കേഡിങ് എഫക്റ്റിനെയും GST അഡ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് GST ഈസ് എ ബെറ്റർ റിജീം, GST ഈസ് ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ. സോ ഈ രണ്ട് സാധനങ്ങളും കോൺസെപ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ GSTയുടെ ഫിലോസഫി ആയിട്ട് നമ്മൾ കവർ ചെയ്യണം. പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നുള്ള ഒരു ഏരിയയും കൂടി ഉണ്ട്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ഷെയർ മാർക്കറ്റ്. ഓക്കെ. ഇത്രയാണ് എന്ത് മൊഡ്യൂൾ 6. മൊഡ്യൂൾ 6 എന്നുള്ള ക്വസ്റ്റ്യൻ നോക്കുക. ഫിനാൻസ് കമ്മീഷൻ ഇത് എവിടുന്നാണ് വന്നേക്കുന്നത്? സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷൻസിൽ നിന്നുള്ള ഒരു ടോപ്പിക്കാണ്. സെൻട്രൽ സ്റ്റേറ്റ് ഫിനാൻഷ്യൽ റിലേഷനിൽ നിന്നാണ് ഫിനാൻസ് കമ്മീഷൻ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഇല്ല. ക്രൊണോളജിക്കൽ ഓർഡറിൽ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനെ ഓർത്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ താ നോക്കൂ, കോൺസെപ്റ്റും ഫാക്ട്സും എല്ലാം വരുന്നുണ്ട്, നിങ്ങൾ അറിയണം. അപ്പോൾ ഫിനാൻസ് കമ്മീഷൻ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓഫീസ് ഹോൾഡറാണ്. അപ്പോൾ അവരുടെ പേരുൾപ്പെടെ അറിഞ്ഞിരിക്കുക, അവരുടെ റെജീമെ മീൻസ് അവരുടെ ഒരു ടെന്യൂർ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ക്വിൻറ്റെസെൻഷ്യൽ. ഓക്കെ. അത് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ആയിപ്പോയി, കാരണം ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഇല്ല. ശരിക്കും കുസ്രോയിലാണ് തുടങ്ങുന്നത്, അത് കഴിഞ്ഞ് രംഗരാജൻ, അങ്ങനെ പോകുന്നത്. ഇപ്പോൾ ആരാണ്? പനഗാരിയാണ്, അരവിന്ദ് പനജാരിയാണ് ഇപ്പോഴത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാൻ. ഓക്കെ. ഇതാ നോക്കൂ, ഇവിടെ ഒരു വലിയ പണി താട്ടിരിക്കുന്നുണ്ടോ? GST നമ്മുടെ സിലബസിലുണ്ടല്ലോ. GST ആയിട്ട് ബന്ധപ്പെട്ട് GSTയുടെ അമെന്റ്മെന്റ് ആക്ട് അല്ല ചോദിച്ചിരിക്കുന്നത്, ബില്ല് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യം കയറി കറുപ്പിച്ച് കഴിഞ്ഞാൽ തെറ്റും. ഓപ്ഷൻ എ കറുപ്പിച്ചാൽ തെറ്റി, ബില്ലാ ചോദിച്ചിരിക്കുന്നത്. 122nd ബില്ലാണ് ആൻസർ വരുന്നത്. ഇനി 66/2020 ചോദിച്ചിരിക്കുന്നത് എന്താ? ഇതാ നോക്കൂ, നമ്മുടെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിനൊപ്പം നമ്മുടെ എക്കണോമിക് സർവേ എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, സെലക്ടഡ് ചാപ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെത് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ. അപ്പോൾ എക്കണോമിക് സർവേ ആരാണ് പബ്ലിഷ് ചെയ്യുന്നതെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ലെവിങ് ടാക്സസുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ ഡിമാൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ ഈ പറയുന്നത് പോലെ ഡിമാൻഡ് ഫോർ ഗ്രാൻഡ്സുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റിൽ നിന്ന് ഡയറക്റ്റ് ചോദിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യം അവിടെ വന്നിട്ടുണ്ട്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് മൊഡ്യൂൾ 6. ഇവിടെ ഒന്ന് തിരുത്തിക്കും, ഇത് മൊഡ്യൂൾ 7 ആണ്. ഞാൻ ടൈപ്പ് ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്, മൊഡ്യൂൾ 7 ആണ്. ഇതാണ് എക്സ്റ്റേണൽ സെക്ടർ. എക്സ്റ്റേണൽ സെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ്റ്റേണൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ റിലേഷൻസ് അല്ല, എക്കണോമിയായിട്ട് ബന്ധപ്പെട്ട്, ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട്, ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട്, എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, ഇമ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു മേജർ അക്കൗണ്ടാണ്. 2 അക്കൗണ്ട്സ് ഇന്ത്യക്കുള്ളൂ, ഒന്ന് ബഡ്ജറ്റും പിന്നെ ഒന്നതാണ് ബാലൻസ് ഓഫ് പേയ്മെന്റും. അപ്പോൾ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ സ്ട്രക്ചർ, ഇന്ത്യൻ ഫോറിൻ ട്രേഡിന്റെ ഒരു നാൾ വഴികൾ, അതിന്റെ ട്രെൻഡ് എന്താണ്, റീസെന്റ് ഡെവലപ്മെന്റ്സ് എന്താണ്, ഇതെല്ലാം കവർ ചെയ്യുന്നത്. പിന്നെ ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെന്റുമായി ബന്ധപ്പെട്ട ആ ബാലൻസ് ഓഫ് പേയ്മെന്റ് ഫുൾ ആയിട്ട് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും അതിന്റെ അകത്ത് വരുന്ന ഡെഫിസിറ്റും ഒക്കെ പഠിക്കണം. കഴിഞ്ഞ ഒരു മെയിൻസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്ത്യയുടെ റവന്യൂ ഡെഫിസിറ്റിൻ, അല്ല എന്താ പറയണ്ടേ, റവന്യൂ ഡെഫിസിറ്റ് അല്ലല്ലോ, ബാലൻസ് ഓഫ് പേയ്മെന്റിൽ വരുന്ന കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്, CAD കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇന്ത്യക്ക് ഒരു അനുഗ്രഹമാണോ ശാപമാണോ എന്നൊരു മെയിൻസ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇതെല്ലാം ഞാൻ പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ചിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ you can easily apply your logic, you can recall the facts for prelims purpose, and prelims കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് മെയിൻസിനും തയ്യാറെടുക്കാൻ പറ്റും. കാരണം ഈ ഏരിയാസിൻ്റെ അകത്തൊരു ഹോളിസ്റ്റിക് ഐഡിയ വേണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എക്സാം, KS എക്സാം എന്ന് പറയുന്നത് നിങ്ങൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെയും മെയിൻസ് എക്സാമിന്റെയും ലാഘവത്തിൽ എടുക്കരുത്. ഓക്കെ. ഇനി 7ാമത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനേ വന്നിട്ടുള്ളൂ. സാഫ്റ്റ എന്ന് പറയുന്ന ട്രേഡ് അഗ്രിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. പക്ഷെ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന പ്രിലിംസിൽ എക്സ്പെക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ 7 മൊഡ്യൂൾസ് ആണ് നിങ്ങളിപ്പോൾ കണ്ടത്. 7 മൊഡ്യൂൾസ് എന്നുള്ള ക്വസ്റ്റ്യൻസാണ് കണ്ടത്. ഈ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മണിക്കൂർ ഈ സബ്ജക്റ്റിനായിട്ട് അലൊക്കേറ്റ് ചെയ്യണം. ഓക്കെ, 60 മണിക്കൂർ അലൊക്കേറ്റ് ചെയ്യണം. ഒരു മൊഡ്യൂളിന് 7 മണിക്കൂർ വെച്ചെങ്കിലും മിനിമം 8 മണിക്കൂറെങ്കിലും അലൊക്കേറ്റ് ചെയ്യണം. ഡെയിലി 2 മണിക്കൂർ വെച്ചെങ്കിലും പഠിച്ചു പോകണം. ക്വസ്റ്റ്യൻസ് സിലബസിനെ ഹോണർ ചെയ്തേ വന്നിട്ടുള്ളൂ.
ഈ ടോപ്പിക് എല്ലാം മെയിൻസിനും കോമൺ ആണ്. സോ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് എടുക്കണം. ഓക്കെ, സോ ഇനി ഇതുപോലെ നമ്മുടെ ഒരു ഫസ്റ്റ് ബാച്ച് ആയിട്ട് ഇതുപോലെ ഏറ്റവും വെയിറ്റേജ് ഉള്ള കോർ സബ്ജക്റ്റുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നുള്ള ഹൗ ടു പ്രിപ്പയർ വീഡിയോസും, അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നമുക്ക് ടോപ്പിക് ബൈ ടോപ്പിക് ആയിട്ട് നമുക്ക് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, സോ എല്ലാവരും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ വീഡിയോ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.